വാട്ട്സ്ആപ്പ് ഗായ്സ്, എല്ലാവർക്കും MTN പ്രോയിലേക്ക് സ്വാഗതം. നമ്മൾ മിക്ക ആൾക്കാരും ബൈക്ക് ഓടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ബൈക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് പണി കിട്ടാറുണ്ട്. ഇടയ്ക്ക് വണ്ടിയൊന്നും സ്റ്റാർട്ട് ആവാറില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, കിക്കറടിച്ച് ഭ്രാന്തായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സോൾവ് ചെയ്യാമെന്ന് പറയുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് ആദ്യം ബൈക്കിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബൈക്കിൻ്റെ എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാകുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഗൈസ്, നമ്മുടെ ബൈക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 3 കാര്യങ്ങൾ നമ്മുടെ എൻജിനിലോട്ട് പ്രോപ്പറായിട്ട് എത്തേണ്ടതുണ്ട്. അതിലൊന്നാണ് പെട്രോൾ, രണ്ടാമത്തേതാണ് എയർ, മൂന്നാമത്തേതാണ് ഇലക്ട്രിക് കറണ്ട്. ഈ 3 കാര്യങ്ങളും നമ്മുടെ എൻജിനിലോട്ട് എത്തേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈക്ക് ഒരിക്കലും സ്റ്റാർട്ടാവില്ല. നമ്മുടെ ബൈക്കിനിപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ 3 കാര്യങ്ങളും നമ്മുടെ എൻജിനിലോട്ട് പ്രോപ്പറായിട്ട് എത്തുന്നില്ല എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും നമ്മൾ എൻജിനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാത്തുണ്ട്. ഈ പാത്തിൽ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് എത്തിച്ചേരുന്ന വഴിയിൽ വല്ല പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാവാത്തത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പെട്രോൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ എൻജിനിലോട്ട് നമ്മുടെ പെട്രോൾ വരുന്നത് നമ്മുടെ ടാങ്ക് വഴി കാർബറേറ്ററിലൂടെയാണ് നമ്മുടെ എൻജിനിൽ വരെ എത്തുന്നത്. അപ്പോൾ ഈ ഒരു പാത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വഴിയിൽ ചെറിയ തടസ്സം വരികയാണെങ്കിൽ നമ്മുടെ ഫ്യൂൽ ഒരിക്കലും എൻജിനിലോട്ട് എത്തുകയില്ല. അപ്പോൾ ബൈക്കിൻ്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് പ്രോപ്പറായിട്ട് പെട്രോൾ നമ്മുടെ എൻജിനിലോട്ട് എത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം? ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാൾവിൽ കണക്ട് ചെയ്ത പൈപ്പ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ പൈപ്പുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കാണാൻ കഴിയും. ഇതിൻ്റെ 2 നോബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ പൈപ്പ് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് പെട്രോൾ പുറത്തോട്ട് വരുന്നത് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചു. ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ വാൾവ് പക്കയാണ്, കറക്റ്റാണ്. അതായത് നമ്മുടെ പെട്രോൾ നമ്മുടെ കാർബറേറ്ററിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്ക് ചെക്ക് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാർബറേറ്ററാണ്. കാർബറേറ്ററിൽ സാധാരണ പ്രശ്നം ഉണ്ടാവാറുള്ളത് നമ്മുടെ കാർബറേറ്ററിൽ ചെറുതായിട്ട് പാർട്ടിക്കിൾസ് കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ കരട് കുടുങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കാർബറേറ്ററിൽ നിന്നും എൻജിനിലോട്ട് പെട്രോൾ പ്രവേശിക്കുകയില്ല. ഇത് പരിഹരിക്കാൻ നമ്മുടെ കയ്യിലുള്ള സാധാരണ ടൂൾസ് ഉപയോഗിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ടൂൾസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബൈക്കിലുണ്ടാകുന്ന ടൂൾസ് ഉപയോഗിച്ച് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മുടെ കാർബറേറ്ററിൽ ഉണ്ടാവാറുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കാർബറേറ്ററിൻ്റെ ഉള്ളിലോട്ട് പ്യുവർ അല്ലാത്ത പെട്രോൾ എത്തിച്ചേരുമ്പോഴാണ്. അതായത് വെള്ളം കലർന്ന പെട്രോളോ മറ്റുള്ളവയൊക്കെ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കാർബറേറ്റർ ഡ്രെയിൻ ചെയ്ത് കളയേണ്ടി വരും. എങ്ങനെയാണ് കാർബറേറ്റർ ഡ്രെയിൻ ചെയ്ത് കളയുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കിൻ്റെ സൈഡ് കവർ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റിമൂവ് ചെയ്യുമ്പോൾ മാർക്കിങ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പുറത്തുള്ള ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ കാണുന്നതാണ് നമ്മുടെ കാർബറേറ്റർ. ഇതിൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കാണുന്നതാണ് നമ്മുടെ ഓവർഫ്ലോ പൈപ്പ്. ഈ പൈപ്പിലൂടെയാണ് നമ്മുടെ കാർബറേറ്റർ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന പൈപ്പ് ഞാൻ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പൊടി ഉണ്ടായതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാണ്. എന്നിട്ട് നമ്മുടെ സാധാരണ ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് ഈ പൈപ്പ് നമുക്ക് ഇറക്കി വെക്കാം. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം സാധാരണ കണ്ടുവരാറുള്ളത് നമ്മുടെ മഴയൊക്കെ ഉള്ള ഒരു ടൈമിൽ പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്യുകയും നമ്മുടെ പെട്രോൾ ടാങ്കിലോട്ട് വെള്ളം മിക്സ് ആവുകയൊക്കെ ചെയ്യുന്ന സന്ദർഭം വന്നാൽ നമ്മുടെ കാർബറേറ്ററിലോട്ട് മിക്സായ പെട്രോൾ എത്തിച്ചേരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇതുപോലെയുള്ള സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവാറുള്ളത്. നമ്മുടെ കാർബറേറ്ററിൽ ഇതുപോലത്തെ ഒരു സ്ക്രൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കാർബറേറ്റർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ സ്ക്രൂ ലൂസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതിൽ പെട്രോൾ വരുന്നത് കാണാം. ഇങ്ങനെ അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി പോവുകയാണ്. ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രൂ
ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി പുതിയ പെട്രോൾ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ രണ്ടാമതായിട്ട് എൻജിന് ആവശ്യമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് എയർ. നമ്മുടെ കാർബറേറ്ററിൽ എയറും പെട്രോളും ഒരുമിച്ച് എത്തിച്ചേർന്നിട്ട് അത് മിക്സ് ആയിട്ടാണ് നമ്മുടെ എൻജിനിലോട്ട് ഒരുപോലെ പാസ് ചെയ്ത് പോകുന്നത്. ഈ എയർ നമ്മുടെ എയർ ഫിൽറ്ററിലൂടെയാണ് നമ്മുടെ കാർബറേറ്ററിൽ നിന്നാണ് നമ്മുടെ എൻജിനിലോട്ട് എയർ പാസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ സാധാരണ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളായിട്ട് വരാറില്ല. വളരെ ചുരുക്കം കേസിൽ മാത്രമാണ് നമ്മുടെ എയർ ഫിൽറ്ററൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളായിട്ട് വരാറുള്ളൂ. ബുള്ളറ്റ് പോലുള്ള വണ്ടികളിൽ കാർബറേറ്ററിൻ്റെയും എൻജിൻ്റെയും ഇടയ്ക്കുള്ള ഈ കാണുന്ന റബ്ബർ ബുഷ് ഇളകി പോരാറുണ്ട് വൈബ്രേഷൻ കാരണം. ഈ സന്ദർഭത്തിൽ എൻജിന് കൃത്യമായ അളവിൽ എയർ കിട്ടാതെ വരികയും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മൂന്നാമത്തെ കാര്യത്തിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ ബൈക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇലക്ട്രിക് കറണ്ട്. ഈ ഇലക്ട്രിക് കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് ഒരിക്കലും സ്റ്റാർട്ട് ആവത്തില്ല. ഈ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ബൈക്കിന് കിട്ടുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് നമ്മുടെ ബാറ്ററി മൂലവും, അതായത് നമ്മുടെ 12 വോൾട്ട് ബാറ്ററി വഴിയും. രണ്ടാമത് നമ്മുടെ കോയിൽ വഴിയുമാണ്. നമ്മുടെ എൻജിനിൽ ഒരു കോയിലുണ്ട്. ആ കോയിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിക്കർ അടിക്കുമ്പോൾ ആ കോയിൽ കറങ്ങുന്നത് കാരണം നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടാറുണ്ട്. ഈ ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ എൻജിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനവും നടക്കുന്നത്. ഒരു വണ്ടിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകുന്നതിൻ്റെ മിക്ക കേസിലും ഒരു കാരണക്കാരായി വരുന്ന ഒന്നാണ് ഇലക്ട്രിക് കറണ്ട്. നമ്മുടെ എൻജിന് പ്രോപ്പറായിട്ട് ഇലക്ട്രിക് കറണ്ട് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പാർക്ക് പ്ലഗിലോട്ട് പോകുന്ന ഒരു വയറുണ്ട്. ഈ വയർ നമ്മുടെ ബൈക്കിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ കിക്കർ അടിക്കുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയോ ശ്രമിച്ചാൽ നമുക്ക് ചെറുതായിട്ട് സ്പാർക്ക് അടിക്കുന്നത് കാണാൻ കഴിയും. നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്ലഗിൻ്റെ വയർ ഊരിയെടുത്ത് നമ്മൾ ബോഡിയുമായി ടച്ച് ചെയ്ത് കിക്കർ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ വയറിൽ നിങ്ങൾ സ്പാർക്ക് വരുന്നത് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അർത്ഥം നമ്മുടെ വണ്ടിയുടെ ഇലക്ട്രിക് ലൈൻസ് എല്ലാം ക്ലിയർ ആണ് എന്നുള്ളതാണ്. ഇങ്ങനെ സ്പാർക്ക് വന്നിട്ടും ബൈക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് മാറ്റേണ്ടതായിട്ട് വരും. മിക്ക സിറ്റുവേഷനിലും നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെയും അതിലോട്ട് വരുന്ന വയറിലോ വെള്ളം കയറുകയോ അല്ലെങ്കിൽ പൊടി പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് പ്ലഗ് ചെയ്താൽ നമുക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബൈക്കിൻ്റെ ഫ്യൂസാണ്. നമ്മുടെ ബൈക്കിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡ് കവർ ഊരേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ ബാറ്ററിയോട് ചേർന്നായിരിക്കും ഫ്യൂസ് ഉണ്ടാവുക. ഫ്യൂസുമായി കണക്ട് ചെയ്ത പ്ലഗ് ഊരിയെടുത്താൽ നമുക്കിതിൻ്റെ ഫ്യൂസ് കാണാൻ കഴിയുന്നതാണ്. ഒരു ഫ്യൂസ് നോക്കിയാൽ തന്നെ നമുക്കത് തിരിച്ചറിയാൻ കഴിയും ആ ഫ്യൂസ് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്യൂസിൽ നടുവിലൊരു ബ്രിഡ്ജ് പോലെ കാണാം. ഇതിപ്പോൾ കേട് വന്നതാണെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ക്രാക്ക് ആയിട്ടുണ്ടാവും. സാധാരണ ഒരു ബൈക്കിൽ ഒന്നിലേറെയോ ഫ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്യൂക്ക്, ഹിമാലയൻ പോലുള്ള ബൈക്കുകളൊക്കെ നോക്കാനുണ്ടെങ്കിൽ ഒരുപാട് ഫ്യൂസ് കാണാം. കാരണം ഒരുപാട് കമ്പോണൻസും സെൻസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ഒരുപാട് ഫ്യൂസ് ഉണ്ടാവുന്നതാണ്. മിക്ക ഫ്യൂസിൻ്റെ കൂടെയും ഒരു സ്പെയർ ഫ്യൂസ് ഉണ്ടാവാറുണ്ട്. ഫ്യൂസ് പോയതാണ് സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നുണ്ടെങ്കിൽ ഈ സ്പെയർ ഫ്യൂസ് യൂസ് ചെയ്താൽ നമുക്ക് വണ്ടി വീണ്ടും സ്റ്റാർട്ടിങ് കഴിയുന്നതാണ്. സോ ഗൈസ്, ഇപ്പോൾ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ബൈക്കിന് ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ എല്ലാവരും പറഞ്ഞു തരാം. ഒരു ബൈക്കിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്യുക, ഫ്യൂസ് ചെക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് പെട്രോളും എയറും എൻജിനിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ ബൈക്കിനുള്ള സ്റ്റാർട്ടിംഗ് ട്രബിൾ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ